ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായി അഖിൽമാരാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ കളിയാക്കുന്ന അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ താനുണ്ടെങ്കിൽ വികസനം മാത്രമേ നോക്കുന്നുള്ളൂ, അതിൻ്റെ കാര്യമായിട്ട് മാത്രം ഇതിങ്ങനെ നിന്നത്, അതിൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ കളിയാക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു അഖിൽമാരാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ പാർട്ടിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഓരോരോ പാർട്ടി ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പാർട്ടീസ് കാണും. ഇപ്പോൾ എല്ലാ പാർട്ടി എടുത്ത് നോക്കിയാലും അവർക്കെന്നുള്ള രീതിയിൽ ഒരു അജണ്ട എന്തായാലും കാണും. ഒരാളെക്കാട്ടി ബെറ്റർ എന്നുള്ള രീതിയിലല്ല, എല്ലാവർക്കും ഓരോരോ രീതിയിലുള്ള അജണ്ടകൾ കാണും. പക്ഷേ ഉണ്ടെങ്കിൽ ഇപ്പോൾ അഖിൽമാരാറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അഖിൽമാരാർ നേരത്തെ ഈ പാർട്ടിയെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഇവർ വന്നതിന് ശേഷമാണ് രാജ്യത്തിലുണ്ടെങ്കിൽ മതങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നമായത്, അങ്ങനെ ഇങ്ങനെയെന്നുള്ള രീതിയിലൊക്കെ ഒരു ഇൻ്റർവ്യൂ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ സപ്പോർട്ടോടെ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഇലക്ഷന് നിൽക്കുന്നുണ്ടായിരുന്നു. അതത്ര ശരിയായുള്ള കാര്യമല്ല. നിൽക്കുമ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കാൻ പാടില്ല. ഇപ്പോൾ നമുക്കൊന്നും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിൽക്കുക, അതല്ലാതെ ഒരു വട്ടം ഒരു കാര്യം പറയുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയം വരുമ്പോഴത്തേക്ക് അത് മാറ്റി പറയുന്ന കറക്റ്റായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏത് പാർട്ടി വേണമെങ്കിലും ചേരാം, അല്ലെങ്കിൽ ഏതിനെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരു സമയത്തുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു പാർട്ടിയും കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ വന്നിട്ട് അതേ പാർട്ടിയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര മോശമുള്ളൊരു കാര്യം തന്നെയാണ്.